Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റിയൽമിന്റെ ഒരു 20,000 പ്രൈസ് സെഗ്മെന്റിലുള്ള ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Realme X7 ആണ്. അപ്പോൾ Realme X7 Proന്റെ അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കുറച്ചും കൂടെ പ്രൈസിയ ഡിവൈസ് ആണ്. ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഡിവൈസ് ആണ്. 20,000 രൂപയാണ് ഇതിന്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് Realme X7ന്റെ വിശേഷങ്ങളാണ്. ഇതിനകത്ത് വരുന്നത് മീഡിയാടെക്കിന്റെ Dimensity 800U എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 5G enabled പ്രോസസ്സറാണ്. അതേപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, 50W ഡാർട്ട് ചാർജിങ്, 64 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, പിന്നെ റിയൽമിൻ്റെ UIയും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വിക്കായി അൺബോക്സിങ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പേ എല്ലാ തവണയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്വിക്കായിട്ട് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Realme X7ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് കാണാം പുതിയൊരു ബോക്സ് പാക്കേജാണ്. കുറച്ച് സിൽവർ കളറും റിയൽമി വലുതായിട്ട് ലോഗോ എഴുതിയിട്ടുണ്ട്. Realme X7 കാണാം. അപ്പോൾ ഇവിടെ സൈഡിലും റിയൽമി എഴുതിയത് കാണാം. പിന്നെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. Realme X7 Dimensity 800U 5G പ്രോസസ്സറാണ്. 50W സൂപ്പർ ഡാർട്ട് ചാർജിങ് ആണ്. സൂപ്പർ AMOLED ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. 64 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ Android 10 ആണ് വരുന്നത്. Realme UI ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷനാലിറ്റി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിൽവർ വേരിയൻ്റ് ആണ്. ഇതിനകത്ത് വേറൊരു കളർ കൂടിയുണ്ട്, സിൽവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്കലി ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന അൺകവർ ദ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ വാറൻറ്റിയും ഇൻഫർമേഷനും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഒരു കേസാണ്, ഒരു TPU കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ് വരുന്നത്. പിന്നെ സൂപ്പർ ഡാർട്ട് ചാർജറും ഒരു കേബിളും പിന്നെ ഒരു സിം ഇജക്ടർ പിന്നെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റാൻഡേർഡ് കേബിളാണ്, പക്ഷേ ഇതുകൊണ്ട് ചാർജ് ചെയ്താൽ മാത്രമേ സൂപ്പർ ഡാർട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ചാർജ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ആ കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് AMOLED ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇത് സ്റ്റാൻഡേർഡ് 60 Hz AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഡിസൈനിൻ്റെ കാര്യം പറയുമെങ്കിൽ ഇവിടെ വോളിയം ക്രോക്കർ കീസാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇവിടെ പവർ ബട്ടൺ കാണാം. താഴെ സിം ട്രെയും USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 64 മെഗാപിക്സലും ഒരു അൾട്രാ വൈഡ് ആംഗിളും മാക്രോ സെൻസറുമാണ് വരുന്നത്. LED ഫ്ലാഷും കാണാം, റിയൽമിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അപ്പോൾ ഇതാണ് റിയൽമിൻ്റെ UI. ആക്ച്വലി ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഒരുപാട് ഫിംഗർ പ്രിൻറ്റ്. ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണെന്നും കൂടി പറയാം, കാരണം വളരെ ചെറിയ ടച്ചിൽ തന്നെ നമുക്ക് കണ്ടില്ലേ വളരെയധികം ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും, നല്ല ക്ലീനായിട്ട് വെക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നമ്മൾ നോക്കാം. ഡിസ്പ്ലേ ആക്ച്വലി ഞാൻ പറഞ്ഞ ഒരു നല്ലൊരു ഡിസ്പ്ലേ ഉണ്ടാവും. നല്ല ഒരു കളേഴ്സും നല്ല വൈബ്രൻ്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. AMOLED പാനലും കൂടി ആയതുകൊണ്ട് നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് Realme UI ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് Realme UI ആണ്. ഇവിടെ പോയി സോഫ്റ്റ്വെയർ അബൌട്ട് ഫോൺ. അപ്പോൾ Realme UI 1.0 ആണ്. Dimensity 800U ഒക്ടോകോർ പ്രോസസ്സറാണ്. 8GB ഓഫ് റാമും Android 10 ആണ് വരുന്നത്. 128GB ഓഫ് സ്റ്റോറേജും ആണ് വരുന്നത്. Realme X7 5G വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം 5G ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. അതായത് ഓപ്ഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഡിസ്പ്ലേ ആസ്പെക്റ്റ് പറയുമെങ്കിൽ. ഇനി ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് ഒരു 64 മെഗാപിക്സൽ സെൻസറാണ്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4K 30fps 1080p 30 60fps സപ്പോർട്ടഡ് ആണ്. പിന്നെ നമുക്കിവിടെ അൾട്രാ മാക്രോ മോഡ്, പോർട്രേറ്റ്, വീഡിയോ റെക്കോർഡിംഗ്, നൈറ്റ് മോഡ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. സെൽഫി ക്യാമറയാണ്, ഒരു 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം ഭേദപ്പെട്ടൊരു ക്യാമറ എന്ന് പറയാം. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് Realme X7 ത്തെ ക്യാമറ സാമ്പിൾസ്. വിശദമായ ഒരു റിവ്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. ക്യാമറ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഓവർ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. ഒരു ഭയങ്കര മികച്ച ക്യാമറ എന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം.
ഇനി ഇതിനകത്ത് നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയും അതേപോലെ തന്നെ 50 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 50 watt ചാർജിങ് നല്ലൊരു ഫാസ്റ്റായിട്ട് കമ്പനി പറയുന്നത് 47-48 മിനിറ്റിനകത്ത് ഫുൾ ആവുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കുറച്ചുകൂടെ ചിലപ്പോൾ കൂടുതൽ എടുക്കാം, കാരണം അത് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷനിലാണ്. നമുക്കൊരു 50-55 മിനിറ്റിൽ അത് എന്താണെങ്കിലും ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. 50 watt ഡാർക്ക് ചാർജിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇവിടെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 19,999 ആണ് 6GB റാമിന്. അതേപോലെ തന്നെ ഇത് Dimensity 800U ഒക്ടകോ പ്രോസസ്സറും 8GB റാം വരെയുള്ള വേരിയൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു Realme X7 ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.